വിശ്വാസമുള്ളവനെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയും. എപ്പോഴും വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. എൻ്റെ വാക്കുകളേക്കാൾ ഫലപ്രദമായത്, ബലവത്തായത്, ശ്രേഷ്ഠമായത് ദൈവത്തിൻ്റെ വചനമാണല്ലോ. ഇപ്രകാരം വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് എന്ത്? നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അബ്രഹാം ആരാണ്? ദൈവത്തിൽ ആഴമായ വിശ്വാസമുള്ളവനാണ്. വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന നിലവാരങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹിതനായി ഉയർത്തപ്പെട്ടവൻ. അവനോട് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തം എന്താണ്? നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെടും. വളരെ പ്രയാസമാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവനെ കണ്ടെത്തുക. അബ്രഹാംമാർ വളരെ കുറവാണ്, അബ്രഹാമിൻ്റെ സന്തതികളും വളരെ കുറവാണ്. എന്നാൽ അങ്ങനെ ഒരുവനെ കണ്ടെത്തിയാൽ, അവനെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹം കിട്ടും. അവനെ കണ്ടെത്താൻ വലിയ പ്രയാസമില്ല, അല്പമൊന്ന് തിരഞ്ഞാൽ മതി. ദൈവത്തിൽ ആശ വെച്ചവൻ, ദൈവം തരുന്നത് മതിയെന്ന് വെക്കുന്നവൻ, ദൈവത്താൽ ഉയർത്തപ്പെടുന്നവൻ, പ്രാർത്ഥനയ്ക്ക് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ, മല്ല് പിടിച്ച് പ്രാർത്ഥിക്കുന്നവൻ, വിശ്വാസം പങ്കുവെക്കുന്നവൻ, ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവൻ, ദൈവത്തോട് കൂടെ നടക്കുന്നവൻ. ഇതൊക്കെയാണ് അബ്രഹാമിൻ്റെ ക്വാളിറ്റി. അങ്ങനെയുള്ളവനെ കണ്ടെത്തിയാൽ, അവനെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹം കിട്ടും. വീണ്ടും മല്ലു പിടിച്ചു പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടും. ഉൽപ്പത്തി പുസ്തകത്തിൽ 32-ാം അധ്യായം 28-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. യാക്കോബ് ദൈവത്തോട് മല്ലു പിടിച്ചു അനുഗ്രഹത്തിനായിട്ട്. നീ ദൈവത്തോട് മനുഷ്യരോട് മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. നോക്കുക, യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി: ദൈവമല്ലാതെ മറ്റാർക്കും എന്നെ അനുഗ്രഹിക്കുവാൻ കഴിവില്ല. എൻ്റെ സഹോദരൻ എന്നെ കൊല്ലുവാൻ നോക്കുന്നു, ലോകവും പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ എനിക്ക് പ്രതികൂലമാണ്, സംവിധാനങ്ങളൊക്കെ പ്രതികൂലമാണ്. ഇനി ദൈവത്തെ അനുകൂലമാക്കിയേ മതിയാകൂ. ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ അതൊരു ശാശ്വതമായ അനുഗ്രഹമാണ്. അതിനെ തടുക്കുവാനോ എതിർക്കുവാനോ ഒതുക്കുവാനോ ലോകത്ത് ഒരു ശക്തിക്കും കഴിവില്ല. എന്നെ അനുഗ്രഹിച്ചേ മതിയാകൂ. അവൻ മല്ലു പിടിക്കുവാൻ തയ്യാറായി. ദൈവത്തോടവൻ മല്ലു പിടിച്ചു. എന്തിനു വേണ്ടി? അനുഗ്രഹത്തിന് വേണ്ടി. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയൊരു കാര്യം